4 റക്അത്തുള്ള ഫർദ് നമസ്കാരത്തിനകത്ത് നമുക്ക് ആദ്യത്തെ 3 റക്അത്ത് നഷ്ടപ്പെടുകയും അവസാനത്തെ റക്അത്ത് കിട്ടുകയും ചെയ്തതിനു ശേഷം നമ്മൾ പിന്നെ നമ്മൾ ഇമാം സലാം വീട്ടിന് ശേഷം നമ്മൾ എഴുന്നേറ്റ് നമസ്കരിക്കുമ്പം ഫാത്തിഹ മാത്രം ഊതിയാൽ മതിയോ അതോ സൂറത്തും ഓതണോ? പിന്നെ പ്രാരംഭ പ്രാർത്ഥന വജ്ഹത്ത് ഓതണോ? ഓക്കെ, ഇവിടെ ഒരാള് നമസ്കാരത്തിലേക്ക് ഇമാമിന്റെ കൂടെ ചേരുന്ന സന്ദർഭത്തിൽ 3-ാമത്തെ റക്അത്തിലാണ് അയാൾ, അല്ലെങ്കിൽ 4-ാമത്തെ റക്അത്തിലാണ് അയാൾ ചേരുന്നതെങ്കിൽ ആദ്യത്തെ 3 റക്അത്ത് അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ സന്ദർഭത്തിൽ അയാൾ ആ നമസ്കാരം പൂർത്തീകരിക്കുമ്പോൾ മറ്റുള്ള ആദ്യത്തെ 2 റക്അത്തുകളിൽ ഓതുന്ന പോലെ സൂറത്തും അതിന് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുകൾ ഓതേണ്ടതുണ്ടോ എന്നതാണ്. ഇവിടെ 2 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു അഭിപ്രായം 2 രൂപത്തിലാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഒന്ന് വമാ ഫാത്തക്കും ഫസല്ലു എന്നും, മറ്റൊരു റിപ്പോർട്ടിൽ വമാ അദറക്തും ഫസല്ലു വമാ ഫാത്തക്കും ഫ അത്തിമ്മു എന്നാണ്. ഒന്ന് അത്തിമ്മു എന്നും മറ്റൊന്ന് പിന്നെ സൊല്ലു എന്നാണ്. അപ്പൊ ഇവിടെ നഷ്ടപ്പെട്ടതിനെ നിങ്ങൾ പൂർത്തിയാക്കുക എന്നും നഷ്ടപ്പെട്ടതിനെ നിങ്ങൾ നമസ്കരിക്കുക എന്നും 2 റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, നമുക്ക് നഷ്ടപ്പെട്ട 3 റക്അത്ത്, ആ നഷ്ടപ്പെട്ടത് ആദ്യത്തെ 3 റക്അത്തായിട്ട് പരിഗണിക്കുകയാണ് എങ്കിൽ, കാരണം നമ്മൾക്ക് 3-ാമത്തെ റക്അത്താണ് 4-ാമത്തെ റക്അത്ത് കിട്ടി, അപ്പോൾ ആദ്യത്തെ 3 റക്അത്താണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന 1-ാമത്തെ റക്അത്തിന് 4-ാമത്തെ റക്അത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമസ്കരിക്കുമ്പോൾ 1-ാമത്തെ റക്അത്തിന് 1-ാമത്തെ റക്അത്തായിട്ടും 2-ാമത്തതിന് 2-ാമത്തെ റക്അത്തായിട്ടും പരിഗണിച്ചുകൊണ്ട് അതിൽ സൂറത്തും ഫാത്തിഹയും അതുപോലെ തന്നെ അതിനുശേഷം സൂറത്തും ഓതുക എന്നതാണ് ഒരഭിപ്രായം. അപ്പോൾ ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്തും ഓതാം, അത് ഫാത്തിഹയും ഓതാം, സൂറത്തും ഓതാം. 2-ാമത്തതായിട്ട് പിന്നെ അഭിപ്രായം നമുക്ക് നഷ്ടപ്പെട്ടതിനെ നമ്മൾ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 റക്അത്ത് നമുക്ക് ലഭിച്ചു, ഇമാമിന്റെ കൂടെ ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ 1 റക്അത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബാക്കി 3 റക്അത്താണ് ബാക്കിയുള്ളത്. അപ്പൊ ആ കിട്ടിയ റക്അത്തിനെ 1-ാമത്തെ റക്അത്തായിട്ട് പരിഗണിക്കുകയും അതിൽ നമ്മൾ ഇമാമിന്റെ കൂടെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുക, പിന്നീട് പൂർത്തീകരിക്കുന്ന 3 റക്അത്തിൽ ആദ്യത്തെ 1-ാമത്തെ റക്അത്തിനെ 2-ാമത്തെ റക്അത്തായിട്ട് പരിഗണിക്കുകയും അതിൽ ഫാത്തിഹയും സൂറത്തും ഓതുക, ബാക്കിയുള്ള 2 റക്അത്തിനെ അവസാനത്തെ 2 റക്അത്തായിട്ട് പരിഗണിച്ചിട്ട് ഫാത്തിഹ മാത്രം ഓതുകയും ചെയ്യുക. ഈ 2 അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 2 രൂപത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രാരംഭ പ്രാർത്ഥന എന്ന് പറയുന്നത് നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സന്ദർഭത്തിലാണ് ചെയ്യേണ്ടത്. അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. സൂറത്ത് ഓതുക എന്നുള്ളതും പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക എന്നതൊക്കെ നമസ്കാരത്തിൽ സുന്നത്താണ്. അത് ചൊല്ലിയിട്ടില്ലെങ്കിലും നമസ്കാരത്തെ ബാധിക്കുകയില്ല എന്നുകൂടി സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സൂറത്തുൽ ഇഫ്തിതാഹ് പിന്നെ ദുആ, അതായത് പ്രാരംഭ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഏത് റക്അത്തിലാണോ ഇമാമിന്റെ കൂടെ പങ്കെടുക്കുന്നത്, ആ ഫസ്റ്റ് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയതിന് ശേഷം അവിടെയാണ് സൂറത്തുൽ ദുആ അൽ ഇസ്തിഫ്താഹ് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലേണ്ടത്. അതിനുശേഷം ഇമാമിന്റെ കൂടെ ബാക്കി സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മൗനം പാലിച്ചുകൊണ്ട് മറ്റു സൂറത്തുൽ ഫാത്തിഹ ചൊല്ലുകയും പിന്നെ ഇമാമിനെ തുടരുകയുമാണ് ചെയ്യേണ്ടത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല അലം.